അല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഒരു ലേഖനത്തിൽ വന്ന ഒരു ഡാറ്റയിൽ വന്ന അനുസരിച്ചിട്ടുള്ള അതിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. അതുകൊണ്ട് അതിന് ശരിയായ കണക്കുകൾ വന്നാൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹമായിട്ട് പാർട്ടി സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇനി ഒരു വിവാദം വേണ്ട, അത് അടഞ്ഞ അധ്യായമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം. അല്ല, കാരണമല്ലോ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ശക്തമായ നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ്. ഞാൻ മുൻപും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് MP ആയിരിക്കുന്നത്. അവിടെ കയർ മേഖലയിലെ ചെറുകിട കയർ സംരംഭങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കശുവണ്ടി മേഖലയിൽ കൊല്ലത്തിരിക്കുന്നവർക്കറിയാം, ഓരോ ചെറുകിട കടക്കാരനും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കച്ചവടക്കാർ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർക്കറിയാം, ഓരോ കച്ചവടക്കാരും സംരംഭകരുടെ കണക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും GST രജിസ്ട്രേഷൻ വേണമല്ലോ. GST രജിസ്ട്രേഷൻ വേണമെങ്കിൽ നിങ്ങളൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലും അത് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ട് മാനിപ്പുലേറ്റഡ് ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ PR എക്സസൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്, UDF എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം ശരിയായ കാര്യമാണ്. തരൂർജി ഏതോ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എഴുതിയത്, അദ്ദേഹം ശരിയായ ഡാറ്റ കിട്ടിയാൽ അത് മാറ്റി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖവിലക്കെക്കാനാണ് ഇപ്പം പാർട്ടി ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായമില്ല. കോൺഗ്രസ് നിങ്ങളുടെ ശ്രമമാണ്. കോൺഗ്രസ് MMS അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ MMSന് പറയാത്ത കാര്യം തരൂരിന്റെ അധ്യായം അല്ലെങ്കിൽ തരൂരിന്റെ ആ വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് പറയുകയാണ് KC വേണുഗോപാൽ. അതോടൊപ്പം തന്നെ നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ അനാവശ്യമായ തിടുക്കം കേന്ദ്രം കാണിച്ചു. ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ പറയുന്ന ചീഫ് ജസ്റ്റിസിനെ അതിൽ ഒഴിവാക്കി നിയമം പാസാക്കിയ കേന്ദ്ര നടപടിക്കെതിരെയാണ്, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്താണ് ഇപ്പോൾ ഹർജി ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെ തന്നെ പുതിയ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചത് തിടുക്കമാണ് എന്നടക്കമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു KC വേണുഗോപാൽ.